ദ്രാവിഡ ശൈലിയിലുള്ള ക്ഷേത്രങ്ങൾ ചോള, പാണ്ഡ്യ, പല്ലവ കാലഘട്ടങ്ങളിൽ വികാസം പ്രാപിച്ചവയാണ്. കൂറ്റൻ ഗോപുരങ്ങളാണ് ഇവയുടെ പ്രത്യേകത. പടിപടിയായി മുകളിലേക്ക് പിരമിഡ് രൂപത്തിൽ ഉയർന്നു കാണുന്ന ക്ഷേത്രങ്ങളാണിവ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ 4 അമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചതുർബാഹു രൂപത്തിലുള്ള ലക്ഷ്മണസ്വാമിയാണ് ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠ. രാമപുരത്തു നിന്നും ഉഴവൂരിലേക്കുള്ള പാതയിൽ കേവലം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ചുള്ള യാത്രക്കിടയിൽ വിശ്രമിച്ച സ്ഥലമാണിത് എന്നാണ് വിശ്വാസം. ലോകം തിരുനാമം വാഴ്ത്തുന്നു ഹരിദേവ. പരമ്പരാഗത കേരളീയ വാസ്തുരീതിയിൽ ലളിതമായി നിർമ്മിച്ച ക്ഷേത്രമാണിത്. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിനുള്ളിൽ വിഷ്ണുരൂപിയായി ലക്ഷ്മണൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. അയോധ്യ തന്നാഥന് നിഴലായി നിന്നൊരു അനന്താവതാരമേ നിൻ തിരുനാമജപം. പഴയ കേരളീയ ശൈലിയിലുള്ള നാലമ്പലവും ചെറിയ നമസ്കാര മണ്ഡപവും ഇവിടെ കാണാം. മഹാക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ കമാനങ്ങളോ ഗോപുരങ്ങളോ ഇല്ലെങ്കിലും ശാന്തഗംഭീരമായ ആത്മീയ ചൈതന്യം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേത്. മണ്ഡലകാലത്തോടനുബന്ധിച്ചാണ് വാർഷിക ഉത്സവം നടക്കുന്നതെങ്കിലും കർക്കിടക മാസം തീർത്ഥാടനകാലം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്നതുകൊണ്ട് തന്നെ വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നു. സർവേശ കലിനാശ വിശ്വസിക്കുന്നവർക്കിന്നഭയം നിൻ ചരണം. മംഗല്യസിദ്ധി, സന്താനഭാഗ്യം എന്നിവയ്ക്കായി ഇവിടെ എത്തി ആരാധന നടത്തുന്നവരുണ്ട്. ചതുർബാഹു സമർപ്പണമാണ് ഇവിടുത്തെ വിശേഷപ്പെട്ടതും പ്രാധാന്യമേറിയതുമായ നേർച്ച. ധർമ്മ, അർത്ഥ, കാമമോക്ഷങ്ങൾക്കായാണ് ഈ നേർച്ച. പ്രത്യേക മന്ത്രോച്ചാരണങ്ങളോടെ ഭഗവാന്റെ കൈകളിൽ ധരിച്ചിരിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയെ ആരാധിക്കുന്ന രീതിയാണിത്. പെരുമാളെ തിരുനാമം ജപിച്ചെന്നാലകലും ദുഃഖങ്ങൾ. ശത്രുദോഷ നിവാരണം, കുടുംബ ഐക്യം, ആരോഗ്യം, ദീർഘായുസ്, രോഗനിവാരണം എന്നിവയെല്ലാമാണ് ഈ നിവേദ്യത്തിന്റെ ഫലങ്ങൾ. കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി, സ്വയംഭൂവായ ശാസ്താവ്, ഗണപതി, ദക്ഷിണാമൂർത്തി എന്നീ ഉപദേവതാ സ്ഥാനങ്ങളും നമുക്ക് ദർശിക്കാം. ഭദ്രകാളി സന്നിധിയിൽ ചൊവ്വ, വെള്ളി ദിനങ്ങളിൽ പ്രത്യേക പൂജകളുണ്ട്. ശാസ്താ സന്നിധിയിൽ നീരാജനം, എള്ളുപായസം, തേങ്ങയുടയ്ക്കൽ തുടങ്ങിയ വഴിപാടുകൾ നടത്തപ്പെടുന്നു. കറുകമാലയും ഒറ്റയപ്പവുമാണ് ഗണപതിക്ക് ഏറെ പ്രിയം. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ദക്ഷിണാമൂർത്തി സന്നിധിയിൽ പൂജകൾ നടത്തുന്നു. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം ദേവകളോടും. കുടപ്പുലം ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ച് കാലഗണന കൃത്യമായി നിർവഹിക്കാനാവില്ല എങ്കിലും 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതും 18-19 നൂറ്റാണ്ടുകളിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ വികാസം പ്രാപിച്ചതുമാണ് ഈ ക്ഷേത്രമെന്ന് കണക്കാക്കാം. ശ്രീരാമനെ അന്വേഷിച്ചിറങ്ങിയ സഹോദരങ്ങൾ കൂടിച്ചേർന്ന സ്ഥലം എന്ന നിലയിലാണ് കുടപ്പുലം എന്ന പേര് സിദ്ധിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട്. കാലഗണനയ്ക്ക് ചരിത്രരേഖകൾ ലഭ്യമല്ലെങ്കിലും ഐതിഹ്യം നീളുന്നത് ത്രേതായുഗത്തിലേക്കാണ്. ഏതായാലും രാമായണ മാസ വിശുദ്ധിയിൽ ഈ ക്ഷേത്ര ദർശനം നൽകുന്ന പുണ്യം ചെറുതല്ല. അയോധ്യ തന്നാഥന് നിഴലായി നിന്നൊരു അനന്താവതാരമേ നിൻ തിരുനാമജപം.